എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ മമ്മൂക്കായെക്കുറിച്ചാണ്. കാരണം ടർബോ ഇറങ്ങി കുറേ ദിവസങ്ങളായി. കഴിഞ്ഞ മാസം 23-ാം തീയതി പടം റിലീസ് ചെയ്തു. വൺ വിജയമാണ്. ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു, ഒരുപാട് നെഗറ്റീവ് റിവ്യൂകൾ ചെയ്തു. എല്ലാവരെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പടം വമ്പൻ വിജയത്തിൽ കടന്നിരിക്കുകയാണ്. ആരോ എന്നോട് ചോദിച്ചിരുന്നു, 140 കോടിയെങ്കിലും 70 കോടിയാണ് അതിന് ചിലവായെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് അത് അങ്ങനെയാണെങ്കിൽ 140 കോടിയെങ്കിലും കിട്ടിയെങ്കിലേ അതിൻ്റെ ലാഭം എന്ന് പറയാൻ പറ്റൂ. അങ്ങനെയൊന്നുമില്ല. മുതൽ മുടക്കിയതിൽ കുറച്ചെങ്കിലും കിട്ടുമ്പോൾ അത് ലാഭം തന്നെയാണ്. അത് മുടക്കിയത് കിട്ടാതെ പോകുമ്പോഴാണ് നഷ്ടമായി തീരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ലോകമെമ്പാടുമുള്ള മലയാളികൾ മുഴുവനും പടം സ്വീകരിച്ചു. കുടുംബ പ്രേക്ഷകർ പടം സ്വീകരിച്ചു. കുട്ടികളും പ്രായഭേദമന്യേ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ച ഒരു സിനിമയാണ് ടർബോ. വളരെ ഭീകരമായ കഥയൊന്നും ആ സിനിമയിലില്ല. വളരെ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുന്ന 2.5 മണിക്കൂർ എൻജോയ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ ഒരു നല്ലൊരു പടം ചെയ്തിരിക്കുന്നു. അത്രമാത്രം കണ്ടാൽ മതി. കണ്ടാൽ നമുക്ക് പൈസ കൊടുത്താൽ നമുക്ക് ബോറടിക്കില്ല. അങ്ങനെ വന്നപ്പോൾ പടം വൻ വിജയമായി, ഹിറ്റായി. ബോക്സ് ഓഫീസിൽ തീർച്ചയായും അത് ഹിറ്റാവുക തന്നെ ചെയ്യും. അത് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ടർബോ വിജയിച്ചിരിക്കുകയാണ്. ഇനിയൊരു പടം വരാനിരിക്കുന്നു, ബസൂക്ക. അത് ഇതിലും മികച്ച പെർഫോമൻസുമായിട്ടാണ് മമ്മൂക്ക വരുന്നത്. വരട്ടെ. അതിന് വേണ്ടി നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ്. നമുക്കും കാണണമല്ലോ ഇനിയുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന്. അതും ഇതിനേക്കാളും മികച്ച ടെക്നോളജികൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ അടിപൊളി സിനിമയായിട്ടാണ് ആ പടം വരുന്നത്. ഈ ഇടയ്ക്ക് അമരം എന്ന സിനിമ എനിക്ക് വീണ്ടും ഒന്ന് കാണേണ്ടതായിട്ട് വന്നു. അതായത് അതിലെ ചില രംഗങ്ങൾ വളരെ ഹൃദയസ്പർശിയായ രീതിയിലാണ് ഭരതൻ സംവിധാനം ചെയ്ത് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്നത്. അതിലെ ഓരോ അഭിനേതാക്കളും മികവുറ്റ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മമ്മൂട്ടിയും നമ്മുടെ മുരളിയും രണ്ടുപേരും കൂടി ചെയ്തിരിക്കുന്ന ഓരോ രംഗങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ജീവിതത്തിനകത്ത് നമ്മൾ വളരെ നോർമലായിട്ട് കാണിക്കുന്ന അതേപോലെ തന്നെയാണ് ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. എത്ര വളരെ ഗംഭീരമായ അഭിനയമാണ് അതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ ഒരു അച്ഛൻ്റെയും മകളുടെയും കഥയാണ് അമരം. എല്ലാവരും ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും അത് വിട്ടുമാറുകയുമില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഞാൻ വീണ്ടും കണ്ടപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നി. കാരണം ഒരു അച്ഛൻ ഒരു മകൾക്ക് വേണ്ടി സ്വന്തം ജീവിതവും മാറ്റിവെച്ചിരിക്കുന്നു. തൻ്റെ മുന്നിൽ മറ്റൊന്നുമില്ല. മകളെ പഠിപ്പിച്ച് വലിയ നിലയിലെത്തിക്കണം, ഒരു ഡോക്ടറാക്കണം, ഒരുപാട് പേരെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാക്കണം. അതിനുവേണ്ടി അദ്ദേഹം രാവും പകലും പണിയെടുക്കുന്നു. മറ്റുള്ളവരുടെ കണ്ണിൽ ഒരുപക്ഷെ അച്ഛൻ ഒരു വലിയ മുൻദേശ്യക്കാരനായിരിക്കും, മുൻകോപിയായിരിക്കും. പക്ഷേ ഉള്ളിൽ മകളെയും കുടുംബത്തെയും സ്നേഹിക്കുന്ന വെറും പച്ച പാവം. അതിനൊരു ഉദാഹരണം, മകൾ പരീക്ഷ എഴുതി റിസൾട്ട് വരാൻ കാത്തിരിക്കുന്നതിൻ്റെ തലേന്ന് നമുക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗുകളെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വരും. അതിൻ്റെ ആ ഡയലോഗ് ഇതിൽ ചേർക്കാം, ഒരു രംഗം, ഒരു സീൻ ഇതിനകത്ത് ചേർക്കാം. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. സംസാരിച്ച് മാറ്റുന്ന ഒരു ഭാഗം അത് ഒന്ന് കണ്ടു നോക്കണം, എങ്കിൽ മാത്രമേ മനസ്സിലാവൂ. അതിനുശേഷം പുറത്തു പോയിരിക്കുന്ന ഇതെന്ത് പണ്ടാരമാണ് എന്ന് പറയുന്ന രംഗങ്ങളൊക്കെ സത്യത്തിൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റാത്തതാണ്. നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും അത് കടന്നു പോകുന്ന രംഗങ്ങൾ തന്നെയാണ്. നാം ദിനവും കണ്ടുപോകുന്ന, മക്കളെല്ലാം പരീക്ഷ എഴുതുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിനകത്ത് ഓടി വരുന്ന ആ രംഗങ്ങൾ. പുലരേ പൂങ്കോടിയിൽ പെരുമീൻ വെള്ളാട്ടമായി. ഒരുപാട് പാടാനൊന്നും അറിയില്ല, 2 വരി പാടി. അതിൻ്റെ ഒരു ത്രില്ലിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ സ്വരമൊന്നും ശരിയായി കാണില്ല, ക്ഷമിച്ചേക്കണം കേട്ടോ കാണുന്നവർ. കാരണം അത് വളരെ ടൈറ്റിൽ സോങ്, വളരെ ഹൃദയസ്പർശിയായ ഒരു സീനാണ് ആ സിനിമയിൽ. കാരണം ഒരു പാട്ടോടുകൂടി ഒരു മകൾ വളർന്ന് വലുതാവുന്നു. മനസ്സിലായില്ലേ? വളർന്ന് വലുതാകുന്നു. അതുപോലെ കൊച്ചിരാമൻ എൻ്റെ കൂടപ്പിറപ്പാണ്. കാരണം കൊച്ചിരാമൻ്റെ പെങ്ങൾ സ്വന്തം വീട്ടിൽ വന്ന് കിടക്കുകയാണ്. പുരുഷൻ മാത്രമുള്ള അപ്രത്യക്ഷമായി അദ്ദേഹം കടന്നു വരുന്നു. അച്ചു കടന്നു വരുന്നു. പെട്ടെന്ന് കാണുന്നു.
അവർ തങ്ങളിൽ സ്നേഹമാണ്, ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കൊച്ചിരാമൻ എൻ്റെ കൂടപ്പുറപ്പാണ്, നെറികേട് കാണിക്കില്ല. വിളിക്കണ കണ്ട സമാധാനിപ്പിക്കാനാണ്, കരയണമെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. മലയാള സിനിമയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു രംഗമാണത്. വിളിക്കുന്നത് കണ്ട സമാധാനിപ്പിക്കാനാണ്, കരയണമെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കാൻ. എത്ര വലിയ ഡയലോഗാണ് അതിൽ. ആ ഒരു ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ ഭരതൻ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, പിന്നെ KPC ലളിത, പിന്നെ ചിത്ര, മുരളി, അങ്ങനെ പപ്പു, അങ്ങനെ വേണ്ട ബാലങ്കെ നായർ, അശോകൻ, മാധു, അങ്ങനെ വേണ്ട എന്ന് വമ്പൻ നിര അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൽ പല അഭിനേതാക്കളും ഇന്ന് ജീവനോടെ ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ സത്യം പറഞ്ഞാൽ അതൊരു സങ്കടകരമായ കാര്യമാണ്. അതിൽ അഭിനയിച്ചിട്ടുള്ള ഒരുമാതിരിപ്പെട്ടവരാരും ഇന്ന് ജീവനോടെ ഇല്ല. എല്ലാവരും പോയി. കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇന്നുള്ളത്. പക്ഷേ ആ സിനിമ നമുക്ക് എത്ര കണ്ടാലും മതി വരില്ല. കാരണം ഒരു വർഷമാണ് ഒരു പെണ്ണിൻ്റെ കൂടെ ഞാൻ പുറത്തത്. ഈ ഒരു ഡയലോഗ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു അച്ഛൻ നമ്മുടെ ജീവിതത്തിൽ, സ്വന്തം ജീവിതത്തിൽ അനുഭവപ്പെടുമ്പോഴാണ് നാമെല്ലാം അതിനെക്കുറിച്ച് ഓർക്കുന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമ കണ്ട് മറക്കും. കാരണം അങ്ങനെ ഒരു സിനിമയാണത്. അതുകൊണ്ട് നമ്മൾ ആ സിനിമ കണ്ട് രസിക്കും, അങ്ങ് മറക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വരുമ്പോൾ നമുക്ക് വളരെ വലുതാണ്. വളരെ വൈകാരികമായ രംഗങ്ങളാണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ മോള് പഠിച്ച് പാസ്സായി എന്ന് പറഞ്ഞ് വരുന്ന ഒരു രംഗം, അച്ഛൻ്റെ ആനന്ദം ഒന്ന് കാണേണ്ടതാണ്. ആലോചിക്കണം. പിന്നെ കടപ്പുറം മുഴുവനും കാക്ക മലന്ന് പറക്കും എന്ന് പറഞ്ഞ് പിന്നെ മകളുടെ കൈയും പിടിച്ച് ആ കടപ്പുറം മുഴുവനും ആടി ഉല്ലസിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ വിമ്പൽ കൊണ്ടുന്ന ഒരു അച്ഛൻ നമ്മുടെ മനസ്സിലും അതുണ്ടാവില്ലേ? സ്വന്തം മക്കൾ പരീക്ഷ എഴുതി ജയിച്ച് എന്നറിയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, അത് എത്ര ഭംഗിയായിട്ടാണ് അതിൽ. പിന്നെ ആ ഒരു കടപ്പുറത്തിൻ്റെ ആ ഒരു ചുറ്റുപാടിൽ അത്തരത്തിലൊരാൾ പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ചു എന്ന് പറയുമ്പോൾ അതൊരു വലിയ വൈകാരികമായ ഒരു രംഗം തന്നെയാണ്. അതും വളരെ ഭംഗിയായി ചെയ്തു. പിന്നെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്ന പശ്ചാത്തല സംഗീതം, അതിൻ്റെ ഛായാഗ്രഹണം, ഇന്നത്തെ ടെക്നോളജികളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലാണ് അന്ന് ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത്. എത്ര മനോഹരമാണ്! ഇന്നത്തെ ടെക്നോളജി അന്നുണ്ടായിരുന്നെങ്കിൽ ഇതിലും ഭംഗിയായി ആ സിനിമ ചെയ്യുവാമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. കാരണം അതിൻ്റെ കടലും കടപ്പുറവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ആ ചുവപ്പ് നിറമുള്ള ലൈറ്റുകളും എത്ര ഭംഗിയാണ്! നമുക്കൊരുപക്ഷെ നമ്മൾ എങ്ങനെ നോക്കിയിരുന്നാലും ചിലപ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. ചില അസ്തമയ സമയങ്ങളിൽ കടലിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ നിന്നാൽ, എല്ലായിടത്തും ഇല്ല, ചില സ്ഥലങ്ങളിൽ നിന്നാൽ ചിലപ്പോൾ നമുക്കത് ദൃശ്യമാകും. അതുപോലെ കടലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ മകളെ അശോകനെ കടലിൽ നിന്ന് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവള് പറയുന്ന ഒരു രംഗമുണ്ട്. മകൾ അച്ഛനായിപ്പോയി എന്ന് പറയുന്ന ഒരു രംഗം, എനിക്ക് മുഖത്ത് നോക്കാൻ പോലും വെറുപ്പാണ് എന്ന് പറയുന്ന ഒരു രംഗമുണ്ടല്ലോ. സത്യത്തിൽ നമ്മുടെയൊക്കെ മക്കൾ അങ്ങനെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞാൽ നെഞ്ചു പൊട്ടി തകർന്നു പോവും. അതുപോലെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത ഒരു രംഗമാണ്. മകള് നഷ്ടപ്പെടുന്നു, മറ്റൊരു പുരുഷനുമായി വിവാഹം കഴിച്ച് അവൾ പോകുന്നു. അതേപോലെ സ്വന്തം ജീവിതത്തിൽ വരാൻ ആഗ്രഹിച്ച പെണ്ണും മറ്റൊരു കല്യാണം കഴിച്ചു പോകുന്നു. ആ സമയം ആ ഒരു അതായത് പിന്നെ സ്നേഹിച്ചതുമില്ല, സ്വന്തം രക്തത്തിൽ പിറന്നതുമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒരു സാധാരണക്കാരൻ എങ്ങനെ അതിനെ നേരിടും? ആ രംഗം ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. അവസാനം അദ്ദേഹം ആ പാട്ട് സീൻ അവസാനിക്കുമ്പോൾ, വികാരനൗകയുമായ ആ പാട്ട് സീൻ അവസാനിക്കുമ്പോൾ മണ്ണ് വലിച്ച് അടിപ്പിക്കുകയാണ്. തൻ്റെ ഉള്ളിലെ സങ്കടം അത്രയും ശക്തിയോടെ പിടിച്ചടിപ്പിക്കുന്ന ഒരു രംഗം നമ്മളൊന്ന് കാണേണ്ടതാണ്. അമരം അത്രയ്ക്കും സൂപ്പർ ഹിറ്റ് ഒരു സിനിമയാണ്. അന്ന് സൂപ്പർ ഹിറ്റായിട്ട് ഓടിയ സിനിമ തന്നെയാണ്. എങ്കിലും ഇന്ന് എല്ലാവരും പിന്നെ ഇന്നും TV-യിലോ അല്ലെങ്കിൽ യൂട്യൂബിനകത്തൊക്കെ കണ്ടാൽ മലയാളികൾ കാണുന്നതായിട്ട് എനിക്ക് പിന്നെ അറിയാം. അങ്ങനെ കണ്ടാണ് ഞാൻ വീണ്ടും ഈ സിനിമ അതിനെക്കുറിച്ച്
ഒന്ന് പറയാമെന്ന് തോന്നി. മമ്മൂക്കായുടെ ടർബോയെക്കുറിച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചും പറയാം എന്നൊരു ഒരു മനസ്സിനകത്തൊരു തോന്നൽ വന്നു. അത് നിങ്ങളടുത്ത് പറയണം എന്നെനിക്ക് തോന്നി. നിങ്ങൾ പലരും പലതവണ കണ്ടിട്ടുള്ള സിനിമയായിരിക്കും, ഞാനും അത് തന്നെയാണ്. പക്ഷേ വീണ്ടും അത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറയണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാനിത് പറഞ്ഞത്. എല്ലാവർക്കും എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എൻ്റെ വ്യൂസ് അങ്ങനെ വരുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള പ്രചോദനം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ബെല്ലൈക്കൻ അമർത്തണം. നിങ്ങൾ മാത്രം കണ്ടിരുന്നാൽ മാത്രം പോരാ, ഞാൻ പറയുന്നത് കേട്ടാൽ മാത്രം പോരാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് പറയണം. ഒരുപക്ഷേ ഞാൻ ആ അഭിപ്രായങ്ങൾ എടുത്ത് വായിക്കും ഇനി സമയം കിട്ടിയാൽ തീർച്ചയായും. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് വായിക്കുമ്പോൾ എനിക്കത് മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ്. കാരണം ഞാൻ പറയുന്നത് മാത്രമല്ലല്ലോ കേൾക്കുന്നത്, നിങ്ങൾ പറയുന്നതും എനിക്ക് അറിയണം. അതുകൊണ്ട് നിങ്ങൾ എഴുതണം. ഒരു 2 സെക്കൻഡ് സമയമാണ് ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു 2 സെക്കൻഡ് സമയം അതിനു വേണ്ടി മാറ്റി വയ്ക്കണം. അതുകൊണ്ട് മറക്കരുത്, കമൻറ്റുകൾ രേഖപ്പെടുത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. തൽക്കാലം ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.